സുഹൃത്തുക്കളെ, ലീഗും സമസ്തയും തമ്മിലുള്ള ഒരു വലിയ പടലപ്പിണക്കത്തിന്റെ ഭാഗമായിട്ട് ലീഗിന് സംഭവിക്കാൻ പോകുന്ന ചില രാഷ്ട്രീയപരമായിട്ടുള്ള ചില വീഴ്ചകളെ കുറിച്ച്, ചില അപാകതകളെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോസുകളൊക്കെ ഞാൻ ചെയ്തായിരുന്നു. ഇപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം, ഇവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന, ലീഗ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു 3 പരാജയങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. മിക്കവാറും ആ ഒരു പരാജയങ്ങളൊക്കെ ലീഗിന് സംഭവിക്കുക സമസ്തയുമായിട്ടുള്ള ഈ ഒരു ഇടച്ചിലിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കുമെന്ന് ലീഗ് കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ചില്ലറ കണക്കിന്റെ ഭാഗമായിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. ഒരു പക്ഷേ റിസൾട്ടിന് ശേഷം ഈ ഒരു കണക്ക് ശരിയാവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണെന്ന് ലീഗുകാർ തന്നെ ചിലപ്പോൾ വിശ്വസിക്കുന്നുണ്ടാകുമെന്ന ഒരു തോന്നൽ കൂടി എനിക്കുണ്ട്. എന്തായാലും അവരിങ്ങനെ ഭയപ്പെടുന്നുണ്ട് എന്ന ധാരണയിൽ തന്നെയാണ് ഇത്തരം കണക്കുകൾ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ലീഗ് ഈ അടുത്ത് ഏറ്റവും കൂടുതൽ സമസ്തയുമായിട്ടുള്ള ഒരു ഇടച്ചിലുണ്ടായിട്ടുണ്ട്. അത് ഇലക്ഷന് മുമ്പ് തന്നെ തുടങ്ങിയതാണ് കേട്ടോ. ഇലക്ഷന് മുമ്പ് എന്തുകൊണ്ട് സമസ്ത ലീഗുമായിട്ട് ഇടച്ചിൽ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് ലീഗുമായിട്ടുള്ള ഇടച്ചിൽ മാത്രമല്ല, UDF മുന്നണിയുമായിട്ടുള്ള ഒരു ഇടച്ചിൽ തന്നെയാണ്. കാരണം ഇവിടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രോബ്ലം, BJP ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് എതിർപ്പ് അല്ലെങ്കിൽ അതിനെ എതിരിടാൻ ഒരിക്കലും UDF-ന് സാധിക്കുന്നില്ല. അത് LDF-ന് സാധിക്കുക എന്ന് മെല്ലെ മെല്ലെ പതുക്കെയെങ്കിലും സമസ്ത തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിനെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഒരു മുസ്ലിം സമുദായത്തിന് എന്ന രീതിയിലൊക്കെ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് എതിരെ എന്ന രീതിയിലെങ്കിലും വരുന്ന ചില കാര്യങ്ങൾക്ക് ഒന്നും ശക്തമായിട്ടുള്ള ഒരു വാക്കുകൊണ്ടോ ഒന്നും പ്രതികരിക്കാൻ നമ്മുടെ UDF കേന്ദ്രത്തിന്, നേതൃത്വത്തിനോ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇലക്ഷൻ മുമ്പ് തന്നെ UDF-ഉമായിട്ടുള്ള ഒരു ചില ഇടച്ചിലുകളിലേക്ക് സമസ്ത കയറിപ്പോയത്. എന്തായാലും അത് പരിപൂർണമായിട്ട് തുറന്നു പറയുന്ന രീതിയിലേക്ക് ഇലക്ഷനോടനുബന്ധിച്ച് ഇത് സംഭവിച്ചു എന്നതാണ്. സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം ലീഗ് അനുഭാവി ലീഗുകാരൻ തന്നെ കത്തിക്കുന്നു. അതൊരു വലിയ പ്രശ്നത്തിലേക്ക് ആ ഒരു കത്തിക്കലിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ പത്രങ്ങളിൽ, സുപ്രഭാതത്തിൽ, അതുപോലെ തന്നെ ചന്ദ്രികയില് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് മലപ്പുറത്തും കാസർഗോഡും കണ്ണൂരും വടകരയൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ലീഗ് ഇടപെടലുകൾക്ക് അപ്പുറമായിട്ട് സമസ്ത ഇടപെടുകയും സമസ്തയുടെ വോട്ടുകള് 2 തരത്തിലാണ് വിഭജിച്ച് പോയിരിക്കുക എന്നവർ കരുതുന്നത്. ഒന്ന്, ലീഗിനോടൊപ്പം തന്നെയാണ് സമസ്ത നിൽക്കുന്നത്, അത് നമുക്കറിയാം. എന്നാൽ ലീഗ് അനുഭവികളായിട്ടുള്ള ഒരുപാട് സമസ്തക്കാരുണ്ട്. എല്ലാവരും ലീഗ് അനുഭവികൾ തന്നെയാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. ഇവര് എങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാമെന്ന് ലീഗ് കരുതുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, ചില ആളുകൾ ലീഗിനോടുള്ള എതിർപ്പ് കൊണ്ട് LDF-ന് വോട്ട് ചെയ്തിരിക്കാം. ചില ആളുകൾ ലീഗിനോടുള്ള എതിർപ്പ് കൊണ്ട് വോട്ട് ചെയ്യാതെ മാറി നിന്നിരിക്കാം. ഇത് 2 സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ലീഗ് കരുതുന്നത്. അത് എവിടൊക്കെ സംഭവിച്ചിരിക്കാം എന്നുള്ളത്, ഒന്ന് കാസർഗോഡാണ്, കണ്ണൂരാണ്, വടകരയാണ്, പൊന്നാനിയാണ്, മലപ്പുറമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് 3 ഇടം എന്ന് പറയുന്നത് ഒന്ന് കാസർഗോഡും കണ്ണൂരും പൊന്നാനിയുമാണ്. വടകര എന്തൊക്കെ തന്നെയായാലും ഷാഫിയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് ആ സംസ്ഥക്കാരെ ഷാഫിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ലീഗ് കരുതുന്നത്. എന്നാൽ അതേസമയം തന്നെ കാസർഗോഡ് നമുക്കറിയാം, ഉണ്ണിത്താൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കളഞ്ഞു, തനിക്ക് വോട്ട് മറയ്ക്കപ്പെടുന്ന അവസ്ഥ അവിടെ സംഭവിച്ചിട്ടുണ്ട്, സ്വന്തം പാർട്ടിക്കാർ തന്നെ ചതിച്ചു എന്ന് പറയുന്നുണ്ട്. ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 2024 ഈ ഒരു വർഷം നമുക്ക് അവർക്ക് കിട്ടിയ വോട്ടുകൾ 76.04 വോട്ടാണ്. 2019 80% വോട്ട് കിട്ടിയിട്ടുണ്ട്, 80.65 വോട്ടാണ്. 2019 LDF ആണ് ജയിച്ചത്. അന്ന് 78.49 അന്ന് കിട്ടിയതിനേക്കാൾ വളരെ കുറഞ്ഞ വോട്ടാണ്, 76.04 വോട്ടാണ് ഇത്തവണ പോൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വോട്ട് ശതമാനം കൃത്യമായിട്ടുള്ള ഒരു വലിയ സംഖ്യയിലേക്ക്, 78-ൽ നിന്ന് വലിയ സംഖ്യയിലേക്ക് 76-ലേക്ക് കുറഞ്ഞത് എന്തുകൊണ്ടെന്ന് ലീഗ് അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സമസ്തയുടെ ഇടപെടലുകൾ കാസർഗോഡ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ലീഗ് ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ കണ്ണൂർ നമുക്കറിയുന്ന പോലെ തന്നെ ഒരു വലിയ മാർജിനൽ കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പൊന്നാനിയിലേക്ക് വരുന്ന സമയത്ത് പൊന്നാനിയിലത്തെ അവസ്ഥ അങ്ങനെയൊന്നുമല്ല. ഇവിടെ കൃത്യമായിട്ടും ലീഗിന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും, മലപ്പുറത്തു നിന്ന് ഇങ്ങോട്ടും, പൊന്നാനിയിൽ നിന്ന് അങ്ങോട്ടും മാറ്റപ്പെട്ടതാണ്. കഴിഞ്ഞ തവണയാണെങ്കിൽ 1,97,000 ചില്ലറ വോട്ടുകൾ മാത്രമാണ് ഒരു ഭൂരിപക്ഷം എന്ന് പറയാവുന്ന രീതിയിലേക്ക് ETക്ക് ഉണ്ടായിരുന്നത്.
അങ്ങനെയാണെങ്കിൽ ആ ഒരു 1,97,000 എന്ന് പറയുന്ന ആ ഒരു സംഖ്യ മറികടക്കാൻ വളരെ ഈസിയാണ് ഒരു ലോകസഭ തെരഞ്ഞെടുപ്പിൽ. ഇവിടെ പൊന്നാനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തവണ കിട്ടിയത് 69%. അത് 2019 വരുമ്പോൾ 74%. 74-ൽ നിന്ന് 69-ലേക്ക് ഒരു കൂപ്പുകുത്തലാണ്. ഈ ഒരു സംഖ്യയിലേക്കുള്ള കൂപ്പുകുത്തല് തീർച്ചയായിട്ടും ലീഗ് കരുതുന്നത് സമസ്തയുടെ ഇടപെടൽ കൊണ്ടായിരിക്കാമെന്ന് കരുതുന്നുണ്ട്. രണ്ടു തരത്തിലാണ്. ചില ആളുകൾ വോട്ട് ചെയ്തില്ല, LDF വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. ചില ആളുകൾ ഈ ലീഗിനുള്ള എതിർപ്പ് കൊണ്ട് LDF വോട്ട് ചെയ്തിട്ടുള്ളതാണ്. അതങ്ങനെ മധ്യത്തിൽ അങ്ങനെ മുറിച്ചിട്ട് രണ്ട് ഭാഗമാക്കുകയാണെങ്കിൽ ഒരു പകുതി പേര് വോട്ട് ചെയ്തിട്ടുണ്ട്, പകുതി പേര് വോട്ട് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ മാറി നിൽക്കുകയാണെങ്കിൽ തന്നെ ഒരു വലിയ വോട്ട് ശതമാനം ലീഗിന് വന്നിട്ടില്ല സമരത്തിൽ നിന്ന് എന്ന് അവർ കരുതുന്നു എന്ന് നമ്മൾ ധരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പൊന്നാനി ഒരു വലിയ ഭയപ്പാടിന്റെ പുറകിലാണ് ഇലക്ഷൻ വരെ അവിടെ ഉണ്ടായിരിക്കും. എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ ഒരു ഇതൊക്കെ മാറ്റിമറയാൻ കിട്ടും. വലിയ വലിയ മാജിക്കുകളൊക്കെ ഇലക്ഷൻ സംഭവിക്കുന്നതാണ്. എന്തായാലും അങ്ങനത്തെ ഒരു മാജിക്ക് സംഭവിക്കുകയാണെങ്കിൽ ലീഗ് ഇവിടെ തുടരും. അതല്ല, ആ മാജിക്ക് അല്ല സംഭവിക്കുന്നെങ്കിൽ ഇവിടെ എങ്ങാന് LDF ജയിക്കുകയാണെങ്കിൽ അത് വിദൂര ഭാവിയിലേക്ക് ലീഗും സമസ്തയും തമ്മിൽ അല്ലെങ്കിൽ UDF-ഉം സമസ്തയും തമ്മിലുള്ള ഈ ഒരു വഴക്ക് നിലനിൽക്കാനുള്ള കാരണം കൂടിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും ബൈ.